ഇന്നത്തേക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനലാവുന്നതെന്ന് നോക്കാം. യെസ്, എന്തോ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. യു ആർ വെയിറ്റിംഗ് ഫോർ സംതിങ്. എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? മേ ബി ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കാം വെയിറ്റ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് പൈസ കൊടുത്തിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാവാം വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണ് എന്നാണ് എനിക്ക് കാണുന്നത്. എന്തും ആവാം. എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ വ്യൂവേഴ്സ് വെയിറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് വെയിറ്റ് ചെയ്യുന്നത്? യെസ്, പാസ്റ്റിലെ എന്തോ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്തോ പാസ്റ്റിലുണ്ടായ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ്, ഇതിന് മുമ്പ് ആർക്കെങ്കിലും കൊടുത്തിട്ടുള്ളതാവാം, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാവാം. എന്തായാലും കുറച്ച് നാളായിട്ടുണ്ട് നിങ്ങളത് ചെയ്തിട്ട്. ഇപ്പോൾ ചെയ്ത കാര്യത്തിനല്ല ഈ കാത്തിരിക്കുന്നത്, കുറച്ച് നാളായിട്ടുള്ള കാര്യത്തിനാണ്. റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനെ, പൈസയുടെ കാര്യമാണെങ്കിൽ അങ്ങനെ, ജോലിയുടെ കാര്യമാണെങ്കിൽ അങ്ങനെ, നിങ്ങൾ കുറച്ച് നാളായിട്ട് കാത്തിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന രീതിയിൽ എടുക്കുക. ഒരുപാട് എനർജീസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഇത് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷന് വേണ്ടിയിട്ടാണ്. യെസ്, നിങ്ങൾ അവരെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ അവരെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീമെയിൽ ഗോഡസിനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട് അവരെ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. വേറെ എന്താണ് നിങ്ങൾ ആ ഒരു വെയിറ്റിംഗ് എനർജിയെ പറ്റിയിട്ട് അറിയാനുള്ളത്? യെസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ക്ലാരിറ്റി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടാനുണ്ട് എന്നും മറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ സമയമായിട്ടുണ്ട് കേട്ടോ. പേഴ്സൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് കമ്മ്യൂണിക്കേഷൻ അവരിൽ നിന്ന് വരുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങളെ ഗോസ്റ്റ് ചെയ്തിട്ട് പോയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് എൻകൗണ്ടർ ഒക്കെ പ്രതീക്ഷിക്കാം. യെസ്, ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോയ ആൾക്കാരാണെങ്കിൽ കേട്ടോ, അവരുടെ കാര്യത്തിൽ യൂണിവേഴ്സ് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അവരുടെ കാര്യത്തിൽ യൂണിവേഴ്സ് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ വെയിറ്റിംഗ് എനർജിയിൽ തന്നെ എപ്പോൾ കിട്ടും, എൻ്റെ പൈസ എപ്പോൾ കിട്ടും, എൻ്റെ ആളെപ്പോൾ വരും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം എപ്പോഴാണ് സക്സസ്ഫുൾ ആവുക എന്ന് വിചാരിച്ചിരുന്നാൽ കിട്ടില്ല. നിങ്ങൾ വെയിറ്റിംഗ് എനർജി ഇരുന്നാൽ യൂണിവേഴ്സിന് പോകുന്ന സിഗ്നൽ അങ്ങനെയാണ്, നിങ്ങൾക്കത് കിട്ടില്ല. പകരം നിങ്ങൾക്കത് കിട്ടിയെന്ന് വിശ്വസിക്കുമ്പോഴാണ് അവിടെ അത് വർക്കൗട്ട് ആവുന്നത് കേട്ടോ. ഇതെല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. വെയിറ്റിംഗ് എനർജി ഡസൻ വർക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബുക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബൈ.